ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ചു കിട്ടിയ ഗുണഭോക്താക്കൾ വീട് നിർമ്മിക്കുവാൻ കഴിയാതെ ദുരിതത്തിൽ. മറയൂർ പഞ്ചായത്തിൽ കുമ്മിട്ടാംകുഴി ഗോത്രവർഗ കോളനിയിലെ 6 ഗുണഭോക്താക്കളാണ് വീട് പണി പൂർത്തീകരിക്കുവാൻ കഴിയാതെ ദുരിതത്തിലായിരിക്കുന്നത്. വിഷയത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഈ കുടുംബങ്ങളുടെ ആവശ്യം. മറയൂർ പഞ്ചായത്തിൽ കുമ്മിട്ടാംകുഴി ഗോത്രവർഗ കോളനിയിലെ 6 ഗുണഭോക്താക്കളാണ് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ചു കിട്ടിയിട്ടും വീട് പണി പൂർത്തീകരിക്കുവാൻ കഴിയാതെ ദുരിതത്തിലായിരിക്കുന്നത്. വീട് അനുവദിച്ചു കിട്ടിയപ്പോൾ നിലവിലുണ്ടായിരുന്ന സുരക്ഷിതമല്ലാത്ത വീട് പൊളിച്ചുമാറ്റി പദ്ധതിയിലെ ആദ്യ ഗഡു വാങ്ങി തറയുടെ പണി പൂർത്തീകരിച്ചു. പിന്നീട് ബാക്കി തുക അനുവദിക്കാതെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നുവെന്നാണ് ഗുണഭോക്താക്കളുടെ പരാതി. நான் வீடு பொழிச்சதுலேருந்து நான் வீடு சொல்லி கட்டிக்கிட்டு இருக்கிறேன். எனக்கு ஆண் துணை இல்லை. அப்போ எனக்கு மக்களுங்க மட்டும்தான். எனக்கு வீடை கட்டி தரணும்னு நான் எவ்வளவோ பராதி கொடுத்துருக்குறேன். யாரும் கண்டுக்கவே இல்லை. இப்போ படுக்க இருக்க ஒரு பையன் അംഗൻവാടിയിൽ പോയി പടുക്കുന്നത്, ഒന്ന് ഇங்கே പടുക്കുന്നത്. വീടില്ലാതായതോടെ ഇതിൽ പലരും ടാർപോളിൻ കെട്ടി താൽക്കാലിക കുടിലൊരുക്കിയാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. രംഗമ്മ രാമൻ, ശശികല കുപ്പൻ, രാജലക്ഷ്മി മുരുകൻ, ദേവകി അന്തോണി, രുക്മിണി മധുരകുമാർ, സീത നടരാജൻ എന്നിവരുടെ വീടുകളാണ് പൊളിച്ചുമാറ്റി തറ നിർമ്മിച്ചു കിടക്കുന്നത്. മറയൂർ ടൗണിനോട് ചേർന്നാണ് കുമ്മിട്ടാംകുഴി കുടി സ്ഥിതി ചെയ്യുന്നത്. 2001 മുത്തങ്ങ സമരത്തെ തുടർന്ന് മറയൂരിൽ 242 കുടുംബങ്ങൾക്ക് സ്ഥലം അനുവദിച്ചു നൽകിയിരുന്നു. ഈ സ്ഥലത്ത് വീട് നിർമ്മിച്ചാൽ മാത്രമേ വീടിന് തുക അനുവദിച്ചു തരുവാൻ കഴിയൂ എന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ നിർവഹണ ഉദ്യോഗസ്ഥർക്ക് ഉള്ളതെന്ന് കുടുംബങ്ങൾ പറയുന്നു. കാട്ടാനശല്യം രൂക്ഷമായതിനാലും കുടിവെള്ളം, റോഡ് സൗകര്യമില്ലാത്തതിനാലും ഇവിടെ വീട് നിർമ്മിക്കുവാൻ കുടിക്കാർക്ക് താൽപ്പര്യമില്ല. മറയൂർ ടൗണിലുള്ള ഗ്രാമവാസികളുടെ സ്ഥലത്ത് വീട് വയ്ക്കുവാനാണ് കുടിക്കാർക്ക് താൽപ്പര്യം. വിഷയത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഈ കുടുംബങ്ങളുടെ ആവശ്യം. സിറ്റി വിഷൻ, മറയൂർ.